ഏതാണ് ഈ ദുആ. അത് പഠിച്ചാൽ ഇവിടെ ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാകും. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്ർ വസ്സലാഹ്. സ്വലാത്തു ഖളായിൽ ഹാജത്ത് എന്ന ഒരു നിസ്കാരമുണ്ട്. ഖുതുബിയത്തിൻ്റെ ഇടയിലൊക്കെ വരുന്ന നിസ്കാരം. ഒരാളോടൊരു കേസ് പറയാൻ നോക്കിയിട്ട് അയാളെ കിട്ടണില്ല, അയാളെ വിളിച്ചിട്ട് അയാളെ കാണണില്ല. അത്തരം സന്ദർഭങ്ങളിൽ ആ നിസ്കാരം ഉപയോഗപ്പെടും. ആ നിസ്കാരത്തിൻ്റെ പേരാണ് സ്വലാത്തുൽ ഹാജത്ത്, അല്ലെങ്കിൽ സ്വലാത്തു ഖളായിൽ ഹാജത്ത്, ആവശ്യപൂർത്തീകരണത്തിൻ്റെ നിസ്കാരം. 2 റക്അത്താണ്, 4 റക്അത്താണ്, 6 8 10 12 അങ്ങനെ സൗകര്യത്തിനനുസരിച്ച് നിസ്കരിക്കാവുന്നതാണ്. ആ നിസ്കാരത്തിൻ്റെ ദുആ അതൊരു പ്രത്യേക ദുആയാണ്. ആ ദുആ ഇപ്പം പഠിക്കാൻ മനസ്സുള്ളവർ കൈപൊക്കുക, നപ്പാണ്ട് പഠിക്കുക. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബിയ്യിർ റഹ്മത്തി. പടച്ചവനെ, റഹ്മത്തിൻ്റെ നബിയായ മുഹമ്മദ് നബിയെക്കൊണ്ട് നിന്നിലേക്ക് ഞാനിതാ മുന്നോട്ട് വരുന്നു. ആ നബിയെക്കൊണ്ട് നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. ഇപ്പം തവസ്സുലായി. ഇനി പറയണത് പച്ചയായ ഇസ്തിഗാസയാണ്. യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി. ഓ നബിയേ, നിങ്ങളെക്കൊണ്ട് ഞാൻ എൻ്റെ റബ്ബിലേക്ക് മുന്നിടുകയാണ്. ലിതഖ്ളിയ ലി ഹാജത്തി, എൻ്റെ ആവശ്യം പൂർത്തിയായി കിട്ടാൻ വേണ്ടി. ഇപ്പം ഇസ്തിഗാസയുമായി. ഇനി വീണ്ടും തവസ്സുലിലേക്ക്, അള്ളാഹുവിലേക്ക് തിരിഞ്ഞിട്ട് പറയാണ്, അല്ലാഹുമ്മ, ഓ റബ്ബേ, ശഫിഉഹു ഫിയ്യ, റസൂലുള്ളാഹിൻ്റെ ശുപാർശ എൻ്റെ വിഷയത്തിൽ സ്വീകരിക്കണേ. ഇത് നേരെ മുന്നിൽ നബി തങ്ങളെ കണ്ടപ്പോഴുള്ള ദുആയല്ല. റസൂലുള്ള മുന്നിൽ വന്ന ആളോട് പറഞ്ഞു, അവിടെ പോയിട്ട് ഒളിവെടുത്ത് അവിടുന്ന് അങ്ങ് നിസ്കരിച്ചോ, അവിടുന്ന് ഇന്നെ കൂട്ടി ദ്വാരുന്നോ. റസൂലുള്ള വഫാത്തായി 27 കൊല്ലം കഴിഞ്ഞിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്, അപ്പോൾ റസൂലുള്ള ഖബറിലാണ്. അക്കാലത്ത് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് പറഞ്ഞു കൊടുത്താണ് മറ്റേ മനുഷ്യനോട്, അവിടെ പോയിട്ട് അങ്ങ് ദ്വാരുന്നോ, അവിടെ പോയിട്ട് നല്ലൊരു ഒളു എടുത്തിട്ട് നല്ല 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നബിതങ്ങളെ കൂട്ടി അങ്ങ് ദുആ ചെയ്തോ. ആ ദുആയിൽ തവസ്സുലുണ്ട്, നേർക്കുനേരെ ഇസ്തിഗാസയുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലല്ല, അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് കിതാബുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിക്ക് ഷർത്തൊക്കാത്തത് കൊണ്ട് അവിടെ മാത്രം ഉദ്ധരിച്ചിട്ടില്ല. ഇമാം നവവി ബഹുമാനപ്പെട്ടവർ തൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഹാജിമാരെ പറ്റി പറയുന്ന കിതാബ് ഈലാഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷിർക്കിൻ്റെ എന്തെങ്കിലും ലാഞ്ചന ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഇമാമിങ്ങളൊന്നും ഉദ്ധരിക്കുമായിരുന്നില്ല. ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഇബ്നു അബി ഷൈബ മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വഫ്സലുണ്ട്, ഇസ്തിഗാസയുണ്ട്.